അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു പടം വളരെ പ്രതീക്ഷയോടെ ചെയ്തിട്ട് പൊട്ടിപ്പോകുമ്പോൾ ആ മണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോഴൊരു വിഷമമുണ്ട്. അതെങ്ങനെ മണിച്ചേട്ടൻ ഫീൽ ചെയ്യുന്നു? അപ്പോൾ ഇയാൾ പറഞ്ഞ മാതിരി എൻ്റെ മോൻ്റെ ബിസിനസ് പൊട്ടിയപ്പോഴേ എനിക്ക് സന്തോഷമായത്. അതെന്താ? എൻ്റെ മോൻ്റെ ബിസിനസ് പൊട്ടിയപ്പോൾ സന്തോഷമായിരുന്നേ. അപ്പം മറ്റേ ചോദിക്കുക, ആരെങ്കിലും മക്കളുടെ ബിസിനസ് പൊട്ടിയിട്ട് സന്തോഷിക്കുക, പിന്നെ പടക്കക്കട നടത്തുന്നവൻ പടക്കം പൊട്ടാണ്ട് എങ്ങനെ സന്തോഷിക്കുക? കാരണം ഈ പടക്കം പൊട്ടിക്കലല്ലേ ഇവന് 10 രൂപ കിട്ടുള്ളൂ എന്ന പോലെ തന്നെ ചില പടങ്ങൾ പൊട്ടും, ചിലതോടും. അതിൽ പ്രത്യേകിച്ച് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാം പെട്ടെന്നായിരിക്കും. അളിയൻ പറഞ്ഞതും പെങ്ങളെ കൊണ്ടുപോണതും എല്ലാം പെട്ടെന്നായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരി തോന്നി. ചിരിക്കാനുള്ളതല്ലാണ്ട് നീ ചിരിക്കില്ല. കാരണം മണിച്ചേട്ടൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ആ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ആ ഇപ്പോഴത്തെ കോലല്ല, പണ്ടത്തെ കോലം. അപ്പൊ പടത്തിന്റെ പേര് എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ? മണിച്ചേട്ടൻ ഒരു മുട്ടൻ വിഗ്ഗൊക്കെ വെച്ചിട്ട് പ്രേം നസീറിനെ പോലെ സുന്ദരനായി ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള പീഡിയാരും ഉമ്മർത്താണ്, ഞാൻ മാതൃഭൂമിയിലാണ് അതിന്റെ പരസ്യം വായിക്കണേ. പ്രേം നസീറിനെ പോലെ സുന്ദരനായിട്ട് ഞാനും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. അയ്യോ, അത് ഒരു മുട്ട ഒരു മറ്റേ കച്ചിൽ വണ്ടിയെ പോലെ വിഗ്ഗൊക്കെ വെച്ച് ഇച്ചിരി കടുത്ത കൈയായല്ലേ? സാറില്ല, പോട്ടെ, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. അന്ന് അങ്ങനെ ഒരു നമുക്ക് ഞാൻ സിനിമയിൽ കയറിയ സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒക്കെ വിഗ്ഗുകളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ടൊക്കെ കറക്റ്റായിട്ട് വയ്ക്കുള്ളൂ. അന്ന് നമുക്ക് സിനിമയെ കുറിച്ച് പഠിച്ചു വരണല്ലേ ഉള്ളൂ. നായകനായിട്ടൊക്കെ വന്ന് കിട്ടുമ്പോൾ പെട്ടെന്ന് ചെയ്യാന്നുള്ള. അതിൽ നായകൻ ഞാൻ മാത്രമല്ല, മറ്റേ പ്രേംകുമാർ, രണ്ടുപേരാണ്. ശരിയാണ്ടാ, അത് ഒരു തെറ്റ് തന്നെയാണത്. വലിയൊരു ചകിരിമടൽ പോലത്തെ ഇതെടുത്ത് കമത്തി വെച്ചല്ലേ അവൻ ചിരിച്ച്. മണിച്ചേട്ടൻ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത് കോമഡി ഉള്ള സിനിമ, അപ്പോൾ ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ ആ പടത്തിലേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിത്രമാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത വെട്ടം എന്ന് പറയുന്ന സിനിമ മണിച്ചേട്ടൻ അഭിനയിച്ചത്. അപ്പോൾ ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാകും. അതുപോലെ തന്നെ സെറ്റൊക്കെ ഭയങ്കര ഹ്യൂമർ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞ പ്രിയൻ സാറ് കോമഡി എടുക്കണ ഡയറക്ടറാണ്. പക്ഷേങ്കിൽ ഈ പ്രിയൻ സാറിൻ്റെ ചിരി കണ്ടാൽ തന്നെ നമ്മൾ ചിരിച്ച ആവശ്യമില്ല. എന്താണ്? പ്രിയൻ സാറിന് ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയാൽ മതി, പിന്നെ ആള് ചിരിച്ച ആവശ്യം തന്നെ എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ദിലീപ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു മുഴുനീളെ തന്നെ പപ്പേട്ടനല്ല ജഗതി ചേട്ടൻ, ജനാർദ്ദനൻ ചേട്ടൻ, ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരുണ്ടെന്ന് പറയാം. ജഗദീഷ് ചേട്ടൻ, ഈ ഇന്നസെന്റ് ചേട്ടൻ. എനിക്കതിനകത്ത് വെട്ടത്തിൻ്റെ സെറ്റ് ഒരു കോമഡി, എന്താ പറയുക, കോമഡി കുടുംബം അല്ലെങ്കിൽ ഒരു കോമഡി കലഹെന്നൊക്കെ എന്താ പറയുക, അങ്ങോട്ട് തിരിഞ്ഞ കോമഡി. തീർച്ചയായിട്ടും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം എന്ന് പറഞ്ഞാൽ, ഞാൻ അലമാരിക്ക് അകത്ത് വെച്ച് പൂടാറുണ്ട്. ഒരു മനുഷ്യനൊക്കെ അലമാരിയുടെ ഉള്ളിൽ വെട്ടുള്ള അവസ്ഥ അറിയാമോ? പ്രാന്താവും. ഓപ്പൺ അല്ലല്ലോ? അയ്യോ, അല്ലല്ല, പൂട്ടിട്ട് തന്നെ ചെയ്തത്. അല്ല, അലമാരിയുടെ അപ്പുറത്തെ സൈഡ് ഓപ്പൺ ആയിരുന്നു. അലമാരി ഫുള്ള് അടച്ചിട്ട അലമാരി തന്നെയായിരുന്നു. എന്താ തോന്നണത്? എൻ്റെ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും പ്രിയ സാറ് പുറത്തുനിന്ന് ചിരിച്ചോണ്ടിരിക്കുക. അവന് ഇടയ്ക്ക് തുറന്നു കൊടുക്കണം, പഴുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ആ രംഗം നമുക്ക് വെട്ടത്തിലെ അലമാരിക്ക് അകത്തിരിക്കുന്ന രംഗം നമുക്ക് കാണാം.